യെസ്, നമ്മളെ ഞെട്ടിച്ചത് മറ്റൊരു ടീമാണ് കേട്ടോ. KKR ആണ് സർ. അദ്ദേഹം പറഞ്ഞ ആൻഡ്രി റസ്സിൽ ആകെ ജഡേജയും റസ്സിലുമാണ് ഓൾറൗണ്ട് 2000 റണ്ണും 100 വിക്കറ്റും എടുത്തിട്ടുള്ള കളിക്കാർ. കഴിഞ്ഞ സീസൺ എനിക്ക് ഓർമ്മയുണ്ട്, ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ ലേലത്തിന് മുമ്പ് റസ്സിലിനെ വിടുന്നു. അവർ അവസാന മിനിറ്റിലാണ് വേണ്ട ഞങ്ങൾ റിട്ടേൺ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. പക്ഷെ കഴിഞ്ഞ സീസണിലത്തെ പെർഫോമൻസ് നോക്കിയിട്ട് അത്രയും പൈസ ചെലവാക്കാൻ പറ്റില്ല എന്ന് ഇപ്പൊ തീരുമാനിച്ചു. ആ ലിസ്റ്റ് ഒന്ന് വളരെ പെട്ടെന്ന് വായിക്കാം. ആന്ദ്രെ റസൽ, ക്വിന്റൺ ഡീകോക്ക്, റഹ്മാനുള്ള ഗുർബാസ്, മൊയിൻ അലി, സ്പെൻസർ ജോൺസൺ, ആൻഡ്രിച്ച് നോർക്കിയ, ലിവിൻ സിസോദിയ, മയങ്ക് മാർക്കൽ നേരത്തെ യെസ് അങ്ങോട്ട് മാറി, ചേതൻ സക്കറിയ. പക്ഷെ ഇതില് വെങ്കടേഷ് അയ്യർ ഭയങ്കര ബ്ലണ്ടർ ആയിരുന്നല്ലോ. അത്രയും പൈസ ചെലവാക്കി 23-24. പക്ഷെ ഇപ്പം KKR റിച്ച് ആണ്. എന്താ വെച്ചാൽ ഈ ലേലത്തിൽ ഏറ്റവും വലിയ സ്റ്റാർ പ്ലേയേഴ്സ് എന്ന് പറയുന്നത് KKR ആണ്. 60-ലേറെ കോടി രൂപയുമായിട്ടാണ് അവർ പോകുന്നത്. അവർ സത്യത്തിൽ പോയ മെഗാലയലത്തിൽ എല്ലാ ടീമും കളിച്ച പോലെ അവർക്ക് ഈ ലേലത്തിൽ കളിക്കാൻ പറ്റും. ഈ ലേലത്തിൽ 64.3 കോടി കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നു ക്യാമറൺ ഗ്രീൻ അവർ ഇത്ര ക്യാഷ് ഉള്ളപ്പോൾ ചിലപ്പോൾ റസലിനൊക്കെ കുറഞ്ഞ ക്യാഷിന് വീണ്ടും തിരിച്ചെടുക്കാനും സാധ്യതയില്ല. കാരണം അവരോളം ലേലത്തിലായിരിക്കും കളിക്കാൻ പറ്റില്ല. 60 കോടി എന്ന് പറയുമ്പോൾ മുംബൈയൊക്കെ 2 കോടിയായിട്ടാണ് പോകുന്നത്. പല ടീമുകളും 15 ലെവലാണ്. ഇതിൽ പ്രായമായ പല കളിക്കാരും മാക്സ്വെൽ, റസൽ ഇവരൊക്കെ പണ്ട് 12-16 കോടിയൊക്കെ വാങ്ങിയിരുന്നു. ഇപ്പൊ ലേലത്തില് 6-7 കോടിക്കൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന്. അവരെ കൊണ്ട് ഒരു നല്ല സീസണും കിട്ടാം. വെങ്കടേഷ് അയ്യരെ ആരെടുക്കും എന്നുള്ളത് ഒരു നമ്മളെല്ലാരും കൗതുകത്തോടെ നോക്കി. തീർച്ചയായിട്ടും എടുക്കും. 1-2 കോടിക്കൊക്കെ എടുത്തു എന്ന് വരും. വലിയൊരു അതൊരു എത്ര കോടിക്ക് വരും. പക്ഷേ ഈ പറഞ്ഞ KKR തന്നെ KKR വിട്ട പല താരങ്ങൾക്കും നല്ല ഡിമാൻഡ് ഉണ്ടാകും. സാധനം ക്വിന്റൺ ഡീകോക്കിന് നല്ല ഫോമിലാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് ഓപ്പണിംഗ് സ്ലോട്ട് ആവശ്യമുള്ള ഒരു ഡീകോക്കിനെ എടുക്കും. വേറെയും ഒരുപാട് താരങ്ങളുണ്ട്. ഇപ്പോൾ ഗുർബാസും ഒരു അത്ര മോശമല്ലാതെ ഒരു ആങ്കറിങ് ചെയ്യുന്ന പ്ലേയേഴ്സ് ആണ്. മൊയിൻ അലി പറഞ്ഞ പോലെ ഓൾറൗണ്ടറാണ്, ഇന്ത്യൻ കണ്ടീഷൻസ് കളിക്കാൻ പറ്റുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഏജ്ഡ് ആണ്, പ്രായം കുറച്ച് കൂടുതൽ. എന്നാലും ചിലപ്പോൾ ചെറിയൊരു 1-2 കോടിയൊക്കെ ഏതെങ്കിലും RCBക്കൊക്കെ വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ലിവിങ്സ്റ്റണൊക്കെ പകരമായിട്ട് എന്നാണ് തോന്നുന്നത്.